അപ്പോൾ ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങും പരിപാടികളൊക്കെ അങ്ങോട്ട് തീർന്നു. വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ, അവിടുന്ന് കോൺട്രവേഴ്സികളുടെ തുടക്കമാണല്ലോ. ഇതിപ്പോൾ എന്താ പറയുക, ഇത് മറ്റേ ഭൂതക്കണ്ണാടി മൈക്രോസ്കോപ്പൊക്കെ വെച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. അല്ല, അങ്ങനെ ആയിരിക്കണം. പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആവണം. അപ്പോൾ എന്താണെങ്കിലും അവിടെ മുതൽ പരിപാടികളുടെ ആരംഭമായതുകൊണ്ട് നമുക്ക് അതുമുതൽ തന്നെ കാണാം. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. ഓക്കെ, അങ്ങനെ ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്തുകൊണ്ട് VDS ഭരണം ആരംഭിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയാം. ഇങ്ങേരുടെ ഫുൾ പേര് നോക്കുമ്പോൾ അതിനകത്ത് മേനോൻ ഉണ്ട് എന്നുള്ളതാണ് വിക്കിപീഡിയ എന്ന് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇത്ര കാലം മീഡിയ അഡ്രസ്സ് ചെയ്തതും അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അങ്ങേര് സ്വയം പറഞ്ഞതും ഒക്കെ എല്ലായിടത്തും സഭയിലടക്കം അങ്ങേര് പറഞ്ഞത് വടശ്ശേരി ദാമോദരൻ സതീശൻ എന്നാണ്. ഈ മേനോൻ എന്നുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതേപോലെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഒഫീഷ്യലി ഉള്ള ഫുൾ പേര് പറയണം എന്നുള്ളത് കൊണ്ടാണ് തോന്നുന്നു മേനോൻ കയറി വന്നത്. എനിക്ക് ഈ ജാതിപ്പേര് വാലായിട്ട് കൊണ്ട് നടക്കുന്നതിനോട് പ്രത്യേകിച്ചൊരു താല്പര്യമില്ല. അതൊക്കെ പറയുമ്പോൾ എൻ്റെ ഭാര്യ ഇപ്പോഴും സ്നേഹ R നായരാണ്. ബട്ട് എനിക്ക് ഈ കൈൻഡ് ഓഫ് സാധനം കൊണ്ട് നടക്കുന്നതിനോട് ഒരു താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഓരോ വ്യക്തിയുടെ പേഴ്സണൽ പ്രിഫറൻസ് ഒക്കെ പറഞ്ഞ് അത് നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, നമ്മൾ ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവരങ്ങനെ ഡിഫെൻഡ് ചെയ്യും. മനസ്സിലായി? അപ്പോൾ ഞാൻ സ്നേഹനോട് അങ്ങനെ ചോദിക്കരുത്, എന്തിനാ സ്നേഹി ജാതിപ്പേര് വാലും കൊണ്ട് നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ അച്ഛനമ്മേട്ടൻ്റെ പേര് എനിക്ക് അങ്ങനെ ഇങ്ങനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യും. അതൊന്നും പ്രത്യേകിച്ച് അതൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു എലമെൻ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാന്നേ പറയാനുള്ളൂ. അയാളത് പറഞ്ഞു, സത്യപ്രതിജ്ഞ സമയത്ത് മുഴുവൻ പേര് പറയണം, പറഞ്ഞു തീർത്തു. ഇനി അടുത്തത് വരുന്നത് വന്ദേമാതരം പ്രോട്ടോക്കോൾ വിഷയങ്ങളാണ്. അതായത് ആദ്യമൊക്കെ ഫസ്റ്റ് 2 സ്റ്റാൻസ മാത്രമാണ് വന്ദേമാതരത്തിൻ്റെത് പാടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്നലെ UDF ഗവൺമെൻറ് അധികാരം ഏറ്റ സമയത്ത് അവിടെ വന്ദേമാതരം കംപ്ലീറ്റ്ലി അവിടെ സിങ് ചെയ്തു. അതൊരു വലിയ വിഷയമായി. അത് റിയാസ്, നമ്മുടെ ഫോർമർ മിനിസ്റ്റർ, എടുത്തിട്ട് ഒരു പോസ്റ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ശ്രീ VD സതീശനും മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റതിൽ അഭിനന്ദനങ്ങൾ, സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും മറ്റു അതങ്ങനെ എഴുതിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം മുഴുവനായും ആലപിച്ചതുമായി ബന്ധപ്പെട്ട് ആശങ്ക രേഖപ്പെടുത്തുകയാണ്. ഔദ്യോഗികമായി പൊതുവെ അംഗീകരിക്കുകയും ബന്ധപ്പെട്ട് ആലപിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് വന്ദേ മാതരത്തിൻ്റെ ആദ്യ 2 ഈരടികളാണ്. വന്ദേ മാതരത്തിലെ തുടർന്ന് വരുന്ന ചില ഭാഗങ്ങൾ ചരിത്രപരമായി വിവാദങ്ങൾക്ക് ഇടയാക്കിയതും ആശങ്കയുയർത്തിയതുമാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു മുമ്പും സ്വാതന്ത്ര്യാനന്തര കാലത്തും വിവിധ സംസ്ഥാനങ്ങളിൽ വന്ദേമാതരം നിർബന്ധിതമാക്കാനുള്ള ശ്രമങ്ങൾ വിവാദമായിരുന്നല്ലോ. ചില സംഘടനകളും പൗരാവകാശ പ്രവർത്തകരും ഇത് നിർബന്ധമാക്കുന്നത് ഭരണഘടനാ സ്വാതന്ത്ര്യത്തെയും മതനിരപേക്ഷതയെയും ബാധിക്കുമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നതിനാൽ സുപ്രീം കോടതിയുടെ സമീപകാല നിരീക്ഷണ പ്രകാരം വന്ദേമാതരം ആലപിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് ഒരു അഡ്വൈസറി മാത്രമാണ് നൽകിയത്. അത് നിർബന്ധിതമല്ലെന്നും അനുസരിക്കാത്തതിന് യാതൊരു ശിക്ഷാ നടപടികളും ഇല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, അതായത് ഒന്നുമല്ല, ഈ വന്ദേമാതരം പാടുന്ന സമയത്ത് അതിൽ നമ്മൾ കേട്ടുകൊണ്ടുള്ള സോ കോൾഡ് 2 ഫസ്റ്റ് സ്റ്റാൻസാസ് അല്ലാതെ ബാക്കി വരുന്ന സമയത്ത് നമ്മുടെ സെക്യുലർ ഫേസിന്, ഇന്ത്യയുടെ സെക്യുലർ ഫേസിന് എതിരായിട്ട് നിൽക്കുന്ന കുറേ വരികളുണ്ട് എന്നുള്ളത് എവിഡൻ്റാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് എല്ലാ മതത്തിൽപ്പെട്ടവർക്കും അത്ര ഡൈജസ്റ്റ് ആവില്ല. ഓക്കെ, ഡൈജസ്റ്റ് ആവില്ല എന്നല്ല, അതൊരു ഒറ്റ മതത്തിലേക്ക് മാത്രം എന്നുള്ള രീതിയിലേക്ക് പോകുന്ന ഒരു സംഗതിയൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇതൊക്കെ പറയുമ്പോൾ മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സ് അവർ ന്യൂ ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻസ് എന്താണെങ്കിലും പാലിച്ചല്ലേ പറ്റൂ. അത് പാലിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട് ഡെഫിനറ്റ്ലി എന്താണ് ഇവർക്ക്
ഫുള്ളായിട്ട് വന്ദേ മാതരം പാടേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആ ഗൈഡ് ലൈൻസിനെ കുറിച്ച് യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹോം അഫെയർ MHAയുടെ ഒരു പുതിയ ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തതിനെ കുറിച്ചിട്ട് എനിക്ക് ആ ഒരു 6 സ്റ്റാൻസാസും അതിൻ്റെ ഒറിജിനൽ ഇത് പാടണം എന്നുള്ളത് കൊണ്ട് തന്നെ അത് റിയാസ് അപ്ഡേറ്റ് ആയിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതുകൊണ്ടായിരിക്കണം ഇങ്ങനത്തെ ഒരു സാധനം എഴുതിയിട്ടത്. എന്താണെങ്കിലും അതിലും അങ്ങോട്ട് വിവാദം കത്തിയില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഒരു സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഗവർണർ വന്ദേ മാതരം പാടിയ സമയത്ത് അത് കേട്ടില്ല, സതീശൻ എണീച്ച് നിന്നില്ല, രാഹുൽ ഗാന്ധി ഞെട്ടിത്തരിച്ച് സതീശനെ നോക്കി എന്നുള്ള ആ ഒരു നറേറ്റീവ് കൊണ്ടുവരാൻ നോക്കിയിരുന്നു. അതും വിലപ്പോയില്ല, അതങ്ങനെ അങ്ങോട്ട് പാഴായിപ്പോയി. അപ്പം അങ്ങനത്തെ കുറേ വിവാദങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ പ്രതിപക്ഷം നോക്കിയിരിക്കുകയാണ്. ആക്ച്വലി ഇന്നലെ സംഭവിച്ചത് എന്താണെന്നറിയോ? ചിരിക്കുന്ന ഒരു ചീഫ് മിനിസ്റ്ററെ കണ്ടതോടുകൂടി നാട്ടുകാർ കൺവിൻസ്ഡ് ആയത്. സീരിയസ്ലി മാൻ, ഉള്ള ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിലുള്ളവരാണെങ്കിൽ പോലും, കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള കമ്മ്യൂണിസ്റ്റുകാർ സഖാക്കന്മാരാണെങ്കിൽ പോലും ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടപ്പോൾ നമ്മളെ മനസ്സൊന്നും സമാധാനമായില്ല, ഒന്ന് തണുത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. VD സതീശൻ്റെ ചിരി, അയാൾ കാമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു 100-ൽ 10% പിണറായി വിജയൻ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് പിണറായി വിജയൻ വീണ്ടും ഭരണത്തിലെത്തിയിട്ടുണ്ടാവും. നാട്ടുകാർക്ക് പിണറായിയോടുള്ള വെറുപ്പാണ്, പിണറായി വിജയൻ്റെ ആറ്റിറ്റ്യൂഡിനോടുള്ള വെറുപ്പാണ്, പിണറായി വിജയനോടുള്ള ധാഷ്ട്യം, ആ ഒരു ധാഷ്ട്യം ഉണ്ടല്ലോ അയാൾക്ക് നാട്ടുകാരോടുള്ള, അതിനോടുള്ള വെറുപ്പാണ് നിങ്ങളുടെ തോൽവി എന്നുള്ളത് ഇപ്പോഴും നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ലേ. പക്ഷെ ഇന്നലെ നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ വന്നിരുന്ന സമയത്ത് അയാൾ ചിരിക്കുന്നുണ്ട്. ഇയാൾ ഭരണത്തിൽ നിന്ന് ഇറങ്ങി, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയതിനു ശേഷം പിണറായി വിജയൻ ചിരിക്കുന്നുണ്ട്, ആളുകൾ കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇന്നലെ പല കാര്യങ്ങളും ഇവിടെ സത്യപ്രതിജ്ഞാ വേദിയിൽ നടന്നിട്ടുണ്ട്. വയസ്സായ ഒരു അമ്മ വേദിയിലേക്ക് കയറി വരുന്നു, 1 അല്ല 2 അമ്മമാരുടെ കയറി വന്നു, കുട്ടികൾ കയറി വരുന്നു. ആ കൈൻഡ് ഓഫ് PR ഡെഫിനറ്റ്ലി നടക്കുന്നുണ്ട്. ഓക്കെ, അതൊരു ഓർഗാനിക് സാധനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ബന്ധങ്ങൾ ഓർഗാനിക് ആയിരിക്കും. ഇപ്പോൾ VD സതീശനും ഒരു അമ്മയും തമ്മിലുള്ള ഒരു ബന്ധമൊക്കെ ഭയങ്കര, ആ അമ്മ തന്നെ പറയുന്നുണ്ട് എനിക്ക് മക്കളില്ല, സതീശൻ എൻ്റെ മകനെ പോലെയാണെന്നൊക്കെ. ബന്ധങ്ങൾ ഓർഗാനിക്കാണ്. പക്ഷേ അത് റീൽ ഫോമിലാക്കിയിട്ടും സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴും അത് ഒരു PR പോർട്രേറ്റിംഗ് ഉണ്ട്, അതിനൊരു PR ഫേസിൽ അത് വിസിബിൾ ആക്കുന്നുണ്ട്. എവിടെയോ എൻ്റെ മനസ്സിൽ എനിക്ക് മനസ്സിലായത് എന്താ പറയുക, ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് സാധാരണക്കാരായിട്ടുള്ള ലിങ്ക് കട്ടായിട്ടുണ്ട്. അത് കട്ടാവാനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ളൊരു PR ഫേസ് അവർ PR ചെയ്തു, അവരുടെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് സെൽഫ് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് കുറേ പിണറായി വിജയൻ്റെ മുഖം മാത്രം വെച്ച് PR ചെയ്തു. ആക്ച്വലി PR വർക്കേഴ്സ് ഇപ്പോൾ UDF പണിയെടുക്കുന്നത് എങ്ങനെയാണ്? സാധാരണക്കാരായിട്ട് നല്ലൊരു ബന്ധം, ചിരിക്കുന്ന മുഖ്യമന്ത്രി, പാവങ്ങളെ കൂട്ടുപിടിക്കുന്ന, അമ്മമാരെയും വൃദ്ധജനങ്ങളെയും കൂട്ടുപിടിക്കുന്ന, കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന, മനസ്സിലായില്ലേ? അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ മിസ്സായി പോയ ഒരു ഗവൺമെൻറ് ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്. പക്ഷേ ഇന്നലെ നിങ്ങൾ നോക്കി, ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അങ്ങനത്തെ എലമെൻറ്റ്സ് ഒക്കെ UDF PRകൾക്ക് ടിക്ക് ചെയ്യാൻ പറ്റി, അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി. ഒരു പൂക്കി CM എന്നുള്ള രീതിക്ക് നമ്മളെ VD സതീശൻ വരുന്നു, പൊങ്ങി വരുന്നു, മനസ്സിലായി? ഒരു മാസ് എപ്പോഴും വർക്കാവണമെന്നില്ല. ചില സമയങ്ങളിൽ ആളുകൾ ആഗ്രഹിക്കുന്നത് കുറച്ചും കൂടി ഡൗൺ ടു എർത്ത് ആയ, ചിരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും എപ്പോഴും ആക്സെപ്റ്റബിൾ ആയ, അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരാളാണ് എന്നുള്ള ഒരു ഫേസ് ഉണ്ടാക്കിയെടുക്കണം. അത് UDF ഗവൺമെൻറ്റിനും അതിലെ മന്ത്രിമാർക്കും MLAമാർക്കൊക്കെ ഇപ്പോൾ പറ്റി എന്നുള്ളതാണ് അവരുടെ ആക്സെപ്റ്റൻസിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പാർട്ടി എന്ന് പറഞ്ഞുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ മുഖമൊക്കെ ഇല്ലാതായിപ്പോയി. അതെവിടെയോ നിങ്ങൾ മറന്നു. അതായത് നിങ്ങൾ ആ ഒരു അറ്റ്ലീസ്റ്റ് PR ചെയ്യുമ്പോൾ ഇനി മുതലെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പഠിക്കും, മനസ്സിലായില്ല? അങ്ങനെയെങ്കിലും ചെയ്യും, എന്നാലേ അടുത്തോട്ടെങ്കിലും കയറി വരാൻ പറ്റും. ഇതിപ്പോൾ പണി അറിഞ്ഞ് കയറിയൊരു UDF നന്നായിട്ട് പണി അറിയാം. അത് ഇന്നലെ ആ സ്റ്റേജിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അവർക്ക് മനസ്സിലായി അത്. ആ മൊഹബത്ത് കാ ദൂക്ക എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ട്. ആരെ? രാഹുൽ ഗാന്ധിൻ്റെ ഇവർ തുടങ്ങി വെച്ച പുതിയൊരു പരിപാടിയാണ്, പുതിയല്ല കുറച്ച് കാലമായിട്ട്. മൊഹബത്ത് കാ ദൂക്കാൻ. രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ സ്നേഹം വാരി വിതറുന്ന, ഇഷ്ടം വാരി വിതറുന്ന മൊഹബത്ത് കാ ദൂക്കാനാണ്. ആ കൈൻഡ് ഓഫ് എന്താ പറയുക, സാധാരണക്കാരായിട്ട് കണക്ട് ചെയ്യുന്ന അങ്ങനത്തെ ഐറ്റങ്ങളാണ്. അത് വെറുതെ റീലായിട്ട് 10 ആൾ കാണുമ്പോൾ തന്നെ ഒരു 5 ആൾ കൺവേർട്ട് ആവും. നല്ലൊരു മുഖ്യമന്ത്രി, നല്ലൊരു നേതാവ്. അതില്ലാതായി. ഓക്കെ, പിന്നെ നിങ്ങളുടെ PR ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് അറിയും? ഒരുമാതിരി റിവഞ്ച് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ VD സതീശൻ ഒപ്പമുള്ള എസ്കോട്ട് പോലീസ് വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു, അതൊക്കെ എടുത്തു കളഞ്ഞു എന്ന് പറയുമ്പോൾ, ഞാൻ ഇന്നലെ നോക്കുന്ന സമയത്ത് കുറേ കമ്മി സൈബർ ഹാൻഡിലുകൾ വീണ്ടും ഇടുന്നത് എന്താ അറിയോ? ഒരു കോൺവോ ഇങ്ങനെ പോവാണ്,
അതിൽ കുറേ ഇനോവ പോകുന്നുണ്ട്, കുറേ പോലീസ് വണ്ടി പോകുന്നുണ്ട്. അതിങ്ങനെ ഇട്ടിട്ട് ഇവർ പ്രചരിപ്പിക്കുന്നത് എന്താ വെച്ചെങ്കിൽ വി.ഡി. സതീശൻ പറഞ്ഞില്ലേ ഇനി ആരും വേണ്ട, എനിക്ക് ഒരൊറ്റ 1-2 വണ്ടി മാത്രം മതി പോലീസുകാരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഇപ്പം എന്താ 10-15 ഇനോവ പോകുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് വേറെ രീതിയിൽ ഫേസിൽ കൊണ്ടുപോകാൻ നോക്കി. VIP എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് അവർ അസിസ്റ്റ് ചെയ്ത് പോകുന്ന കോൺവോ ആണെന്നുള്ളത് കാണുന്ന ഏതൊരു പൊട്ടനും മനസ്സിലാവും. വി.ഡി. സതീശൻ പോയ വണ്ടി സത്യപ്രതിജ്ഞയ്ക്ക് പോയ പോക്കാണ് ഇപ്പം നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്. അതിനകത്ത് എത്ര പോലീസ് ജീപ്പ് ഉണ്ട്, എത്ര പോലീസ് ജീപ്പ് ഉണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഇതൊക്കെ നിങ്ങളെന്താ പറയുക, നിങ്ങളുടെ ആ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു തരം PR വർക്ക്, അതിൻ്റെ അഗ്രഷൻ എന്ന് പറയുന്നത് റിവെഞ്ച് മോഡാണ്. അതല്ല വേണ്ടേ. നിങ്ങൾ കുറച്ചും കൂടി ഡൗൺ ടു എർത്തായി ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ കൂടെ നിന്ന് എന്നിട്ട് സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് എതിർക്ക്. അതാണ് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിങ്ങൾ വെറുപ്പിൻ്റെ മുകളിൽ വെറുപ്പ് വാങ്ങിക്കൂട്ടുന്ന പരിപാടി ചെയ്ത് വെക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. ബൈ ദ വേ, അതിനിടയിൽ നമ്മളാരും കാണാതെ പോകരുത് ഈ ഒരു വിഷ്വൽസ്. DCC ഓഫീസിലേക്ക് വന്ന വേടൻ, ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു കണ്ടൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഞാൻ ചെയ്യുന്നില്ല. ഇതിങ്ങനെ ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ട് പോവാം. ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റ് വേദികളിലും കമ്മ്യൂണിസ്റ്റ് മിനിസ്റ്റർമാരുടെ കൂടെയും ആ ഗവൺമെൻറ്റിൻ്റെ കൂടെയും തോളോട് തോൾ ചേർന്ന് എന്താ പറയുക, ഷോൾഡറിൽ കൈയിട്ട് അവർക്ക് വേണ്ടി പാടി പാളനെ പോലെ പറന്ന് നടന്നിരുന്ന വ്യക്തിയാണ് വേടൻ. ഇപ്പോൾ പുലിപ്പൽ ഒറിജിനലാണ് പണി വരുന്നത് കണ്ടപ്പോഴാണ് തോന്നുന്നു DCC ഓഫീസിൽ കയറിപ്പോക്കും അങ്ങോട്ടൊരു ചായ്വ് തൂങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും എക്സിസ്റ്റൻസ് മാറ്റേഴ്സാണ്, അതൊരു സൈഡിൽ അങ്ങനെ പോട്ടെ. പിന്നെ 2026 ക്യാബിനറ്റ് നോക്കുന്ന സമയത്ത് ഇതൊരു നെപ്പോ ക്യാബിനറ്റ് ആണോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് വിവാദങ്ങൾ ഒരു സൈഡിൽ നിന്ന് പൊങ്ങുന്നുണ്ട്. കരുണാകരൻ്റെ മകൻ മന്ത്രി, സീതി ഹാജിയുടെ മകൻ മന്ത്രി, ജേക്കബിൻ്റെ മകൻ മന്ത്രി, ബേബി ജോണിൻ്റെ മകൻ മന്ത്രി, അങ്ങനെ മക്കൾ മന്ത്രിമാരും പിന്നെ ഭാര്യ മന്ത്രിയൊക്കെ ആയിട്ട് ഈ ക്യാബിനറ്റിൽ നെപ്പോ ആണ്, മൊത്തത്തിൽ നെപ്പോട്ടിസം ആണെന്ന് പറഞ്ഞിട്ടുള്ളൊരു വാദം നടക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇതിൽ കാണിക്കുന്ന ഓരോ ഇപ്പോൾ മന്ത്രിയായിട്ടിരിക്കുന്ന മക്കൾ ഓക്കെ, ഇവരുടെയൊക്കെ ഒരു പൊളിറ്റിക്കൽ ലെഗസി നിങ്ങൾ എടുത്തു നോക്കണം. ഒട്ടും കുറവുള്ള ആൾക്കാരൊന്നുമല്ല, അത്യാവശ്യം പൊളിറ്റിക്സിൽ നല്ല രീതിയിൽ ലെഗസി ഉള്ള ആൾക്കാർ തന്നെയാണ്. ഈവൻ നമ്മുടെ VK ശ്രീകണ്ഠൻ്റെ ഭാര്യ AK തുളസി ആണെങ്കിലടക്കം അവരുടെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഈസ് വെരി സ്ട്രോങ്, മനസ്സിലായോ? അപ്പോൾ അതിനകത്ത് വന്നിട്ട് ഇത് നെപ്പോ ആണെന്ന് പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഗെയിൻ പറയുന്നു, നിങ്ങൾ അങ്ങനത്തെ PR-കളൊന്നും ഇനി വിലപ്പോകുന്നു തോന്നുന്നില്ല. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞില്ല, ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു കരച്ചിൽ. തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സർവശക്തനായ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. അതെ, എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ ഓക്കെ. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ മന്ത്രിയാവുന്ന സമയത്ത് അവർ എല്ലാവരും വന്നിട്ട് അള്ളാഹുവിനെയും പടച്ചോനെയും പറഞ്ഞ് കരയേണ്ട കാര്യമുണ്ടോ? ദൈവനാമത്തിൽ നിന്നാണെങ്കിൽ ദൈവം എന്ന് പറയുന്നത് അള്ളാഹു എന്ന് പറയുന്നത് ഒന്നല്ലേ? അങ്ങനെയാണല്ലോ ആ കോൺസെപ്റ്റ്. ദൈവം എന്ന് പറയുമ്പോൾ എല്ലാതും അതിൽ പെടും. അള്ളാഹുവും പെടും, ശിവനും പെടും, അതിനകത്ത് യേശുവും പെടും, എല്ലാം പെടും ഇവിടെ. അപ്പം അവരത് പറഞ്ഞതുകൊണ്ട് ഇത് നോക്കിയിരിക്കുക തോന്നുന്നു. സംഖ്യകളടക്കം കമ്മികളടക്കം നോക്കിയിരിക്കുക. പടച്ചവൻ്റെ നാമത്തിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ അപ്പം അടുത്ത പൊട്ടിക്കാന്ന് വിചാരിച്ചിരുന്നതാ, മൂഞ്ചിപ്പോയി. അതങ്ങനെ ഒരു സൈഡിൽ കൂടി നനഞ്ഞ പടക്കമായിട്ട് അത് ആ വഴിക്ക് അങ്ങനെ പോയി. അങ്ങനെ ഇന്നലെ കുറേ സാധനങ്ങളുണ്ട്. എന്നാലും അത്യാവശ്യം കത്തിയൊരു ഐറ്റമാണ് 13-ാം നമ്പർ കേരള സ്റ്റേറ്റ് 13-ാം നമ്പർ വണ്ടി, 13-ാം നമ്പർ റൂമും. ഈ രണ്ട് MLA ഹോസ്റ്റലിലെ 13-ാം നമ്പർ മുറി. പക്ഷെ അതിപ്പോഴും അവിടുത്തെ പാറശാല MLA-യുടെ കയ്യിൽ തന്നെയാണ്. അങ്ങേര് തന്നെയായിരുന്നു 2-3 വർഷമായിട്ട് അവിടെ. അങ്ങേര് മാറിയാൽ പിന്നെ പ്രത്യേകിച്ച് അവിടെ ആരും കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 13-ാം നമ്പർ കാറും അങ്ങനെ തന്നെ. 13 എന്ന് പറഞ്ഞ നമ്പർ ആർക്കും വേണ്ടാന്ന് പറയുന്നത്. അതിനെങ്ങനെ ആഭ്യന്തര വകുപ്പിൻ്റെ രമേശ് ചെന്നിത്തലൻ്റെ ആ വകുപ്പിലേക്ക് കടന്ന് കാറിൽ ആദ്യത്തെ യാത്ര തുടങ്ങുമ്പോൾ കാറിനടിയിൽ നാരങ്ങ വെച്ചുള്ള അന്ധവിശ്വാസം വെച്ചിട്ടാണ് പരിപാടി തുടങ്ങുന്നത്. ഈ ഒരു വിഷയത്തിൽ ഞാൻ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് കുറച്ചും കൂടി ഒരു മെച്ചം ഉണ്ടായിരുന്നത്, ഒരു സയൻറ്റിഫിക് ടെമ്പർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറച്ചുകൂടി നോക്കിയിട്ടുണ്ട്. അത് ഇപ്രാവശ്യം UDF ഗവൺമെൻറ് ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഈ അന്ധവിശ്വാസം ഇങ്ങനത്തെ പരിപാടികൾ ഇത് ഇവരുടെ ഇടയിൽ തന്നെ ഭയങ്കരമായിട്ടുള്ളത് കൊണ്ട് തന്നെ ആ സയൻറ്റിഫിക് ടെമ്പർ എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുള്ളതിൽ എനിക്ക് ഭയങ്കരമായ ഡൗട്ടുണ്ട്. അതില്ലാതില്ല. ഓക്കെ.
അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ ഒരു വിവാദ സാധനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. അതങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് VD സതീശൻ ഇന്നലെ നടത്തിയ പത്രസമ്മേളനം അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി ഒന്ന് നോക്കാം. രണ്ടാമത്തെ കാര്യം, ഒരു വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിലുണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കുമ്പോൾ അതും തീരുമാനമെടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു, എൻ്റെ അറിവിൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ വകുപ്പ് രൂപീകരിക്കുന്നത്. ഞങ്ങൾ ആ വകുപ്പ് രൂപീകരിച്ചതിന് ശേഷം ഇത് ഏറ്റവും ഭംഗിയായി നടപ്പാക്കിയ രാജ്യം ജപ്പാനാണ്. ഏറ്റവും ഭംഗിയായി വയോജനങ്ങളുടെ ഒരു ജീവിതം തന്നെ മാറ്റിമറിച്ച വിപ്ലവകരമായ ഒരു നടപടിയാണ് ജപ്പാനിലെ ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചത്. നമുക്കിപ്പോൾ എല്ലാം ചെയ്യാനുള്ള പരിമിതികൾ നമുക്കുണ്ട്, എങ്കിലും ആ മോഡൽ കൂടി പരിശോധിക്കും. അതിനുള്ള ഒരു നല്ല സ്റ്റഡി അടുത്ത 1-2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി കേരളത്തിലെ വയോജനങ്ങളെ, ഞാൻ കരുതുന്നത് ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അളവുകോൽ ആ സമൂഹത്തിലെ മുതിർന്ന ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ്. ഇപ്പം നമുക്ക് കേരളം സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്, പരിഷ്കൃത സമൂഹമാണെന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണമെങ്കിൽ പ്രായമായവരുടെ അല്ലേ അവരോട് ഏറ്റവും മാന്യമായി അവരെ കരുതലോടുകൂടി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു സമീപനവും പദ്ധതികളും കേരളത്തിലുണ്ടാകണം ധാരാളമായി. ഒരു വകുപ്പ് രൂപീകരിച്ച് അവിടെ കുറേ സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും വയ്ക്കുന്ന അല്ല അതിൻ്റെ ഉദ്ദേശം. വലിയ ലക്ഷ്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. സ്വപ്നതുല്യമായ കാര്യങ്ങൾ ഈ വയോജന വകുപ്പ് രൂപീകരിച്ചതിൻ്റെ പുറകിലുണ്ട്. അത് പുറകെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കും. അതിനുള്ള വിശദമായ ഒരു പഠനം തന്നെയാണ് വയോജന വകുപ്പിനെ സംബന്ധിച്ചുള്ള. നമുക്ക് കേരളത്തിന് വലിയ താമസമില്ലാതെ ലോകത്തോട് മുഴുവൻ ഉറക്കെ വിളിച്ചു പറയാൻ പറ്റണം, ഞങ്ങളാണ് സിവിലൈസ് സൊസൈറ്റി, ഞങ്ങളുടെ പ്രായമായവരെ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് പറയണം. അതാണ്. അപ്പോൾ ആ 2 ഗ്യാരണ്ടി നടപ്പാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ആദ്യം ഈ ബസ് യാത്ര 15-ാം തീയതി എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ, അത് ഇനി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുക. ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടതാണ്. ഈ വയോജന വകുപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര റെലവൻ്റ് ആയിട്ട് തോന്നി. വൈ? ബിക്കോസ് കേരളത്തിലിപ്പോൾ യങ് ജനറേഷനിൽ ഇവിടെ ജോലി എടുക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ യൂത്തിൻ്റെ മൈഗ്രേഷൻ്റെ അളവ് ഭയങ്കര കൂടുതലാണ്. ഇവിടെ എല്ലാവരും കയറി പോവുകയാണ്, കാരണം ഇവിടെ ഒരു ഉണ്ണാക്കുമില്ല. അത് ദയവ് ചെയ്തിട്ട് VD സതീശൻ ഗവൺമെൻറ് എന്ത് ചെയ്യണം, മേക്ക് ഷുവർ ചെയ്യണം ഇവിടുത്തെ കുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം കൃത്യമായി ലഭിക്കുന്ന പുതിയ കോഴ്സുകൾ, അതായത് പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള പുതിയ കോഴ്സുകൾ വേണം. പ്രാകൃതമായ സാധനങ്ങൾ വെച്ചുകൊണ്ടിരിക്കാൻ ഇനി പറ്റില്ല. കുട്ടികൾ ഏറ്റവും കൂടുതൽ കയറിപ്പോയുള്ള റീസൺ അതാ. ഇവിടെ കോളേജിൽ പോയാൽ കിട്ടാനുള്ളത് പഴയ അതേ കോഴ്സുകൾ തന്നെയാണ്. അത് പഠിച്ചിട്ട് ഇവിടെ എന്ത് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഉണ്ടാക്കില്ല. അപ്പോൾ പിന്നെ പുതിയതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ കയറിപ്പോകും. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോലും ഇവിടെ വ്യവസായ സൗഹൃദ കേരളം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് തള്ളി മറിച്ചുകൊണ്ടിരുന്നത്. എന്ത് വ്യവസായ സൗഹൃദ കേരളം? 10 വർഷത്തിനിടയിൽ വ്യവസായ സൗഹൃദ കേരളം എന്നുള്ളത് പേപ്പറിൽ മാത്രമായിരുന്നു. ബൂട്ടിക്കൽ സൗഹൃദ കേരളമായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത് മൊത്തം. അതിന്നൊരു മാറ്റം വരണം. വ്യവസായങ്ങൾ വരണം, സ്റ്റാർട്ടപ്പുകൾ വരണം. അതിനുവേണ്ടി ഫ്രീ ആയിട്ട് ലോൺ രഹിത ഇൻട്രസ്റ്റ് രഹിത ലോണുകൾ കൊടുക്കണം. മനസ്സിലായോ? 5 ലക്ഷമോ 10 ലക്ഷമോ ഇൻട്രസ്റ്റ് ഇല്ലാതെ ലോണുകൾ കൊടുത്തിട്ട് നല്ല സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിച്ച് ആളുകളെ ഇവിടെ ജോലിക്ക് നിർത്താനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുക്കണം. ഇതൊക്കെ VDS ഗവൺമെൻറ് നോക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും നോക്കിയില്ലെങ്കിൽ ഇതേപോലെ ഒരു വയോജന കമ്മീഷൻ നിർബന്ധമാണ് കേരളത്തിന്. കാരണം ഇവിടെ എനിക്ക് തോന്നുന്നു ഏതൊരു സ്റ്റഡീസിലുണ്ട്, അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ 4 പേരെ കണക്ക് നിങ്ങളൊരു ചുറ്റളവിൽ 4 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾ 60 വയസ്സിന് മുകളിലാവും. കാരണം എന്താ? നമ്മുടെ ഹെൽത്ത് സെക്ടർ ഇമ്പ്രൂവ് ആയി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ആയി. അതുകൊണ്ട് തന്നെ ഒരു ശരാശരി മലയാളിയുടെ ആയുസ്സും കൂടി. അപ്പോൾ 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ എണ്ണം കൂടുതലാണ്. അപ്പം അങ്ങനെ എണ്ണം കൂടുന്ന സമയത്ത് ഇവരെ എവിടെ ഒക്യുപ്പൈ ചെയ്യും? ഇവർക്ക് എന്ത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കും? ഇവരാരും പ്രൊഡക്റ്റീവ് അല്ല. 60 വയസ്സിൻ്റെ മുകളിലുള്ള ആളുകളുടെ കാറ്റഗറി എടുത്താൽ എത്ര പേരാണ് പ്രൊഡക്റ്റീവ്? എത്ര പേര് ജോലി എടുക്കുന്നുണ്ടാവും? എത്ര പേര് പ്രൊഡക്റ്റീവായിട്ടുണ്ടാവും? അപ്പോൾ അല്ലാതെ അവർ ഭയങ്കര ഐഡിയലായിട്ട് ഭയങ്കര ഫ്രീസായിട്ട് ഇരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അപ്പോൾ അവരെ നോക്കുക തന്നെ വേണം. അവരെ നോക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിന് അത് വീണ്ടും ചിലവാണ്. അപ്പോൾ ആ ചിലവ് സ്റ്റേറ്റ് മീറ്റ് ചെയ്യണമെങ്കിൽ യുവജനങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് അവരെ ജോലി ചെയ്യിച്ച് ആ ടാക്സ് ഒന്നും കൂടി കൊണ്ടുവന്നിട്ട് വേണം ഇത് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇവരെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ശരിക്കൊരു വൃദ്ധസദനം പോലെയായി മാറും കേരളം. മാറിയിട്ടുണ്ട് ഓൾറെഡി. കാരണം യൂത്ത് ഫുള്ള് മൈഗ്രേറ്റ് ചെയ്യണം. ഇനി മൈഗ്രേറ്റ് ചെയ്ത് പോയ യൂത്ത്
അവരുടെ നല്ല കാലം മൊത്തം വേറൊരു നാട്ടിൽ ജീവിച്ച് അവിടെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവിടുത്തെ ടാക്സ് അടച്ച് അവരുടെ എന്താ പറയുക ഓൾഡ് ടൈം അവരുടെ വൃദ്ധരായിരിക്കുന്ന സമയം മൊത്തം ചെലവഴിക്കാൻ കേരളത്തിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഇത് വീണ്ടും വൃദ്ധസാധനം, അവരുടെ മക്കളും മരുമക്കളും വീണ്ടും പോകും. ഇതിങ്ങനെ ലൂപ്പ് പോലെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കേരളത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വയോജന കമ്മീഷൻ എന്ന് പറഞ്ഞ ഐറ്റം. അതിനകത്ത് എന്തൊക്കെ ഇൻപുട്സ് വരും, എന്തൊക്കെ സ്റ്റഡീസ് നടത്തി, എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തു കൊടുക്കാൻ പോകണമെന്നുള്ളത് നമുക്ക് നോക്കണം. കാരണം നാളെ നമ്മളടക്കമുള്ളവർ ഇവിടെ നിൽക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും മക്കൾ നോക്കണം എന്നില്ല, എല്ലാവരും എല്ലാം സമ്പാദിച്ച് വെക്കണം എന്നില്ല. അപ്പോൾ ഗവൺമെൻറ് നമുക്ക് എന്ത് ചെയ്തു തരും എന്നുള്ളൊരു സംഗതി മുന്നോട്ട് നോക്കേണ്ട അതൊരു വലിയ സംഗതിയാണ്, ഒരു അടിപൊളി തീരുമാനമാണത്. അത് നന്നായി, കേരളത്തിന് അത്യാവശ്യമുള്ളൊരു ഐറ്റമാണ്. അത് അത്യാവശ്യമായിട്ടുള്ള ഐറ്റം എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ വയസ്സായവരെ നല്ലോണം നോക്കുന്നുള്ളൊരു അഭിമാനമാണ്. ബട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അളവ് കൂടി വരുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഹെൽത്ത് സെക്ടർ ഇമ്പ്രൂവ് ആയി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതൊക്കെ നമുക്ക് പറയാമെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് ഇപ്പുറത്ത് യൂത്തിൻ്റെ കൗണ്ട് കൂടുന്നില്ല. യൂത്ത് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. ഇത് ഈ അച്ഛനമ്മമാരെ നിർത്താൻ വേണ്ടിയുള്ളൊരു ഹബ്ബ് മാത്രമായിട്ട് കേരളത്തിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് യൂത്ത്. അവരും സ്വയം കാണുന്നത് റിട്ടയർമെൻറ്റ് ടൈമിൽ കേരളത്തിൽ വന്ന് താമസിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാതായതിനെ കുറിച്ചിട്ടും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ ഈ വാക്കാണല്ലോ പ്രധാനം. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഞാൻ തന്നെ ആശാ വർക്കർമാരുടെ പന്തലിൽ പോയി സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പും സമരം അവസാനിപ്പിച്ച ദിവസം ഒരു വാക്ക് പറയണ്ടായിരുന്നു. ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ സഹായങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങുന്നു. എല്ലാം അവരാവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചെയ്യണമെന്ന് നമുക്കുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു പഠനങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. എങ്കിലും ആദ്യഘട്ടത്തിലായി അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുക ആദ്യത്തെ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. റിട്ടയർമെൻറ്റ് ബെനഫിറ്റിനെ സംബന്ധിച്ചിട്ടുള്ള യോഗം അടുത്ത ഒരു മാസത്തിനുള്ളിൽ തന്നെ അതുകൂടി തീരുമാനിച്ചു പ്രഖ്യാപിക്കും. കാരണം അതിൻ്റെ കുറച്ച് ഫിനാൻഷ്യൽ ലയബിലിറ്റിയും മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വളരെ പെട്ടെന്നല്ലേ, നമ്മളിപ്പോൾ ചാർജ് എടുത്താലേ നമുക്കിതൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ വരാനുള്ള ചില കാലതാമസങ്ങൾ കൊണ്ട് മാത്രമാണ്. അപ്പോൾ അവരോട് പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും പാലിക്കും. ആദ്യഘട്ടത്തിലാണ് 3000 രൂപ വർദ്ധിപ്പിക്കുന്നത്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ കാര്യം ഒരുപാട് തീരുമാനിപ്പിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ അടുത്തൊരു ഘട്ടവും കൂടി പ്രഖ്യാപിക്കും. ഇപ്പോൾ നമുക്ക് ഉള്ളത് 9,000 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. അത് 12,000 രൂപയാവും ഇപ്പോൾ. ഓക്കെ, ഇത് എഗെയിൻ വി ഡി സതീശൻ എന്ന് പറഞ്ഞ വ്യക്തി ആശാ വർക്കർമാരെ നേരിട്ട് കണ്ട് ഓണറേറിയം 21,000 ആക്കുന്നുള്ളത് എവിടെയാണ് പറഞ്ഞെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആദ്യ ക്യാബിനറ്റിൽ തന്നെ 3,000 രൂപ കൂട്ടി എന്നുള്ളത് LDFകാർ ഇരുന്ന് ട്രോളുന്നുണ്ട്. അല്ലെങ്കിൽ അവരിരുന്ന് വഞ്ചകൻ, വാക്കിന് വിലയില്ലാത്തവൻ, പറ്റിച്ചു, നൊണേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ അടിച്ചു വിടുന്നുണ്ട്. VS സർക്കാരിൻ്റെ കാലത്ത് 500 രൂപയായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വീണ്ടും അത് 500, 1,000 ആയി എന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി പിണറായി വിജയൻ 10 വർഷം കേരളത്തിൽ ഭരണം നടത്തിയ സമയത്ത് ഇത് 8,000 ആക്കി. 10 വർഷം കൊണ്ട് ഇത് 8,000ലേക്ക് എത്തിച്ച്. ഓക്കെ, ഈ 10 വർഷം എന്ന് പറഞ്ഞത് കേരളത്തിൽ എന്തൊക്കെ സംഭവിച്ചു, ലൈഫ് സ്റ്റൈൽ എത്ര മാറി. VS അച്യുതാനന്ദനോ ഉമ്മൻചാണ്ടിയോ ഭരിച്ചിരുന്ന 2000 മുതലുള്ള കാലഘട്ടമായിരുന്നില്ല 2015-16 ശേഷം ഇങ്ങോട്ടുണ്ടായത്. ലോകം തന്നെ മാറി കംപ്ലീറ്റ്ലി. വലിയൊരു പാൻഡമിക് വന്നു, സിറ്റുവേഷൻ മാറി, കേരളത്തിൽ ഫ്ലഡ്, പല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ പല മാറ്റവും വന്നു. ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി മാറി. അന്ന് വരെ കാണാത്ത ലൈഫ് സ്റ്റൈലിലേക്കാണ് ആളുകൾ മാറുന്നത്. എക്സ്പെൻസീവ് ആവുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ഇവർക്ക് വേതനം കിട്ടണ്ടേ. ബേസിക് സാലറി എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ബേസിക് നീഡ്സിന് ആവശ്യമുള്ള പൈസ കിട്ടണ്ടേ. 10 വർഷം ഭരിച്ചിട്ട് സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ പാർട്ടി 8,000 9,000 ഇത് കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളൂ. മനസ്സിലായി? 8,000 കൂട്ടി 1000 ഓൾറെഡി 500 ഉണ്ടായിരുന്നത് 9,000 ഇത് എത്തി. ഇപ്പം ഫസ്റ്റ് ക്യാബിനറ്റിൽ 3,000 കൂട്ടിയിട്ടുണ്ട്. 3,000 കൂട്ടി 12,000 എത്തിച്ചു. ഇനി ഇവരുടെ പെൻഷൻ പ്ലസ് അടുത്തൊരു ക്യാബിനറ്റിൽ ടൈം വേണ്ടേ. ഇത് വന്ന് കയറി ഇരുന്ന ഉടനെ 3,000 കൂട്ടിയ ആൾക്കാർ ഡെഫിനറ്റ്ലി ഈ സാരി ഇനിയും കൂട്ടും. ആ പ്രതീക്ഷ ഉള്ളത് കൊണ്ടും അത് ഏത് രീതിയിലാണ് അവരോട് അവതരിപ്പിച്ചത് എന്നുള്ളത് കൊണ്ടുമാണ് ആശാ വർക്കർമാരുടെ ഈ സമരം ചെയ്യുന്ന പ്രതിനിധികളടക്കം അവരെന്ത് ചെയ്തത്, അവർ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞത്.
എടാ ഒരു പ്രതീക്ഷയാണ്, ഒരു മനുഷ്യനിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മിനിസ്ട്രിയിൽ നിന്നോ ഒരു പ്രതീക്ഷ കിട്ടുകയാണ്. പിണറായി വിജയൻ ഗവൺമെന്റിന് മുന്നിൽ തലമൊട്ടയടിച്ചും റോട്ട് കടന്നു ഉരുണ്ടും, എടാ റോട്ട് പോണ പട്ടിയുടെ വില പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു ആശാ വർക്കർമാർക്ക് ഈ പറഞ്ഞ പിണറായി വിജയന്റെ സർക്കാർ. അപ്പോൾ ഒരു കരുതൽ, ഒരു കരുണ എന്ന് പറയുന്ന സാധനമുണ്ട്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് പാവപ്പെട്ടവന് വേണ്ടിയുള്ള പാർട്ടി, പാവപ്പെട്ടവരുടെ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പാർട്ടി എവിടെയോ അത് മിസ് ചെയ്തു. ഇപ്പം എന്താ ചിരിക്കുന്നൊരു ഒരു ചീഫ് മിനിസ്റ്ററെ കിട്ടി, അല്ലെങ്കിൽ കാര്യങ്ങൾ വളരെ സൗമ്യമായിട്ട് പറയുന്ന ഒരു ചീഫ് മിനിസ്റ്ററെ കിട്ടിയപ്പോൾ അയാൾ 3000 കൊടുത്താലും ആളുകൾ കൺവിൻസ്ഡ് ആണെന്നുള്ള രീതിക്ക് കാര്യങ്ങൾ മാറുമ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് റീതിങ്ക് ചെയ്യ്. ഒരു പിണറായി വിജയനെയും ബാക്കി ടീമിനെയൊന്നും വെച്ച് ഇനി നടക്കല്ല്. പാവപ്പെട്ടവൻ്റെ പാർട്ടി, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടിയിൽ പുതിയ ആളുകളെ കൊണ്ടുപോകാൻ, ജനങ്ങളുടെ ക്ഷേമം അറിയുന്ന, ജനങ്ങളെ കണ്ടറിഞ്ഞ് സഹായിച്ച് അവരോട് മനുഷ്യന്മാരെ പോലെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയ നേതാക്കന്മാരുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവുക. ആ കാലത്ത് നിങ്ങൾ കഴിച്ചിലാവും. ഓക്കെ, അല്ലാതെ നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല മക്കളെ. ഇത് ആശാ വർക്കർമാരിത്. ഇനി അടുത്തത് ഇത് പറയുന്നതിന് മുമ്പ് പിണറായി വിജയൻ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു. VD സതീശൻ അതുപോലെ തന്നെ പറഞ്ഞില്ലേ, കടക്ക് പുറത്ത് എന്ന് അങ്ങനെ ധാർഷ്ട്യത്തോടു കൂടി പറഞ്ഞില്ലെങ്കിലും ആൾക്കാരോട് പുറത്തു പോകാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു നറേറ്റീവ്മാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാനിവിടെ സൈഡിൽ വയ്ക്കുന്നുണ്ട്. പറയുമ്പോഴും കാണിക്കുമ്പോഴും കംപ്ലീറ്റ് കാണിക്കും പറയും വേണ്ടേ, പകുതി മാത്രം കട്ട് ചെയ്ത് കാണിച്ചാലും പറഞ്ഞാലും മതിയോ? ശബ്ദം കൺട്രോൾ ചെയ്ത് പുറത്തേക്ക് ആളിറങ്ങി, അവിടെ നിൽക്കുന്നവരെ പുറത്തേക്കാക്കി. ഡോറ് ക്ലോസ് ചെയ്യും. ബഹളവും കേൾക്കില്ല. അവിടെ ഒന്നും മിണ്ടായിരിക്കാനും പറയണേ. മനസ്സിലായല്ലോ എന്താ ഐറ്റം എന്നുള്ളത്. പാർട്ടി പ്രവർത്തകർ തന്നെ പത്രസമ്മേളനം വിളിച്ച സമയത്ത് അവിടെ കിടന്ന് ജയ് വിളിച്ചും അലമ്പും കാണിച്ച സമയത്ത് ഒച്ചയും വിളിണ്ടാക്കാതെ ഒന്ന് മാറിപ്പോ. ഇത് കംപ്ലീറ്റ്ലി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലെവല് മനസ്സിലാവും. ഒരു മനുഷ്യൻ പറയുന്നതിന്, ഒരു കാര്യം അവരോട് പറയുന്നതിനും സംസാരിക്കുന്നതിനും ഒരു രീതിയുണ്ട്. പിണറായി വിജയൻ അതുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഫെയിലായിപ്പോയത്. VD സതീശിനെ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ അതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ടോണിലാണ് അത് സംസാരിക്കുക. ഒരു റിക്വസ്റ്റ് പോലെ പറയണം. ഞാൻ തമ്പുരാനാണ്, ഞാൻ ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടി വന്ന ഡബിൾ ചങ്കനാണ്, എനിക്കിങ്ങനെ പറയാൻ പറ്റും, എനിക്കൊന്നും മാറാൻ പറ്റൂല, കടക്ക് പുറത്തുനിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ പിടിച്ച് വീട്ടിലിരുത്തും. അതാണല്ലോ ഇപ്പോൾ സംഭവിച്ചത്. ഇതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഇത് അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത പ്രഖ്യാപനവും അടുത്ത കാര്യങ്ങളും. 15/12/2023 ഈ നവകേരള സദസ്സിൻ്റെ പരിപാടിയുടെ ഭാഗമായി അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നും മറക്കാൻ പറ്റുന്നില്ല. അതിൽ അല്ലേ നമ്മളതിൻ്റെ രാഷ്ട്രീയ പ്രതികാരത്തിനൊന്നും അല്ല പോകുന്നത്. ബഹുമാനപ്പെട്ട ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി നവംബർ 8, 2024 ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് ഉത്തരവ്? അതൊരു അന്വേഷണം നടത്തണം, പുനരന്വേഷണം നടത്തണം. കാരണം ഇവർ പറഞ്ഞത് ഒരു തെളിവുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു, വീഡിയോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വീഡിയോ ഹാജരാക്കിയപ്പോൾ കോടതിക്ക് അത് ബോധ്യമായി. കാരണം മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല, ബോധ്യമായി. അപ്പോൾ കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. അപ്പോൾ ഒന്നും മറക്കില്ല, രക്ഷാപ്രവർത്തനം പ്രത്യേകിച്ച് മലയാളികൾ മറക്കില്ല. ഇവിടെ ഞാൻ പറഞ്ഞു എഗെയിൻ പിണറായി വിജയൻ്റെ ധാർഷ്ട്യം, പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഏകാധിപതിയുടെ അയാളുടെ ഒരു ഭരണം എത്രത്തോളം എഫക്റ്റാണ് ഇവിടെ ജനങ്ങളിൽ ചെയ്തതെന്നുള്ളതാണ്. കാരണം ഇന്നലെ ഇപ്പോൾ ഒരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അല്ലാത്ത ഒരു പക്ഷം അല്ലെങ്കിൽ പിണറായി വിജയനോട് അത്യാവശ്യം ആളുകൾക്ക് ഒരു സോഫ്റ്റ് കോർണറുള്ള ഒരു ടൈമാണെന്ന് വിചാരിച്ചോ. ഇതുപോലെ VD സതീശൻ വന്നിട്ട് പറയുകയാണ്, ഞാൻ മുഖ്യമന്ത്രിയായ സമയത്ത് പ്രതികാരം വീട്ടിലല്ലേടേ എന്ന് പറഞ്ഞ നാട്ടിൽ മൂന്തയ്ക്ക് തോണ്ടേണ്ട ഐറ്റമാണിത്. ഓക്കെ, ഇപ്പോൾ കോർട്ട് ഓർഡർ ഉണ്ട്, പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കുന്നു, അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പ്രൊസീഡിങ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇങ്ങനൊരു കാര്യം മുൻ സർക്കാരിനെ കുറിച്ചും
അതിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ചൊക്കെ വന്നിരുന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറയുമ്പോൾ ഡെഫിനറ്റ്ലി ജനങ്ങളുടെ ഒരു സാധനമുണ്ട്, ഇവൻ റിവെഞ്ച് എടുക്കാൻ വേണ്ടി വന്നതാ. ആ ലൈന് പോലും നാട്ടുകാർ ചിന്തിക്കുന്നില്ല. കാരണം എന്താ, ആ രീതിയിലാണ് ഈ പേഴ്സണൽ സ്റ്റാഫ് വന്നിട്ട് ഈ ഗൺമാൻ വന്നിട്ട് ഇവരെ അടിച്ച് ലെവലായി. എനിക്ക് തോന്നുന്നു ആ ഒറ്റ കാരണമാണ് ചങ്ങായി MLA അടി കിട്ടിയത്. അങ്ങനെ അടിച്ച് സൈഡാക്കിയിട്ട് അത് രക്ഷാപ്രവർത്തനമാണ്. ഞാൻ കണ്ടില്ല, ബസ്സിൻ്റെ മുന്നിൽ ഭൂതം പോലെ ഇരുന്ന ആളാണ് പിണറായി വിജയൻ, ഞാൻ കണ്ടില്ല അത് രക്ഷാപ്രവർത്തനമാണെന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാരെ കളിയാക്കിയതിന്, ജനങ്ങളെ തല്ല് കിട്ടുന്നത് കണ്ട് ആഘോഷിച്ചതിൻ്റെ കിട്ടാതിരിക്കും. അപ്പം പിന്നെ ഇത് പറയുമ്പോൾ ജനങ്ങളുടെ കയ്യടി കിട്ടുകയുള്ളൂ. പെർഫെക്റ്റ് സ്ക്രിപ്റ്റാണ്, പെർഫെക്റ്റ് PR ആണ് ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി അടുത്തത് മോഡിഫിക്കേഷൻ്റെ. ഇന്നലെ ഏറ്റവും കൂടുതൽ വൈറലായ ചിരിയാണ്. പല പൂക്കി സാധനമായിട്ട് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. പ്ലസ് ഇത് കത്താൻ കാരണം എന്താ പറയുക, നീലക്കുയിൽ ഈ വീഡിയോ ഇട്ടിട്ട് അനിരുദ്ധിൻ്റെ DC-യുടെ ആ ഒരു ബീജം ഇട്ട് കൊടുത്തടി, ഒരു രക്ഷയില്ല. റിവെഞ്ച് ഓഫ് രാഗിയോ ആ DC-യുടെ സാധനം ഉണ്ടല്ലോ, ലോകേഷ് വമിക ഗബിയുള്ള അനിരുദ്ധ് ബാങ്കർ, അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക റീൽസിൽ. അപ്പോഴാണ് ഈ ചെങ്ങായിൻ്റെ ചിരിയും ബാക്ക്ഗ്രൗണ്ടിൽ ആ മ്യൂസിക്കും വരുന്നത്. ആ ഒരൊറ്റ സാധനത്തിനുള്ളത് കത്തി. ഇവിടെ അഖിൽ മാരാർ അഗെയിൻ ഓൺ ദ ഫ്ലോർ. അഖിൽ മാരാർ കഴിഞ്ഞ ദിവസത്തെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വണ്ടിഭ്രാന്തന്മാർ അത്ര സന്തോഷിക്കേണ്ട, മോഡിഫിക്കേഷൻ്റെ കാര്യങ്ങളൊന്നും രാവിലെ ഇങ്ങോട്ട് നീച്ചിട്ട് വണ്ടി മോഡിഫൈ ചെയ്യാമെന്നൊന്നും വിചാരിക്കേണ്ട. ആക്ച്വലി VD സതീശൻ പറഞ്ഞത് എന്താ, ഇവിടെ മോഡിഫിക്കേഷൻ്റെ കാര്യം വരുമ്പോൾ ബാക്കിയുള്ളവർക്ക് എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതൊരു റോങ് എക്സാമ്പിൾ സെറ്റ് ചെയ്യാതെ ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ആണെങ്കിൽ അലോ ചെയ്യാന്നാണ് പറഞ്ഞത്. സ്റ്റിൽ അതിന് പോസിബിലിറ്റി ഉണ്ടോ ചോദിച്ചാൽ പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. കേന്ദ്ര നിയമം അനുസരിച്ചാണ് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ അടക്കം എല്ലാ കാര്യങ്ങളും. സംസ്ഥാനങ്ങൾക്ക് അതിൽ പ്രത്യേക നിയമം നിർമ്മിക്കാൻ സാധിക്കില്ല. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ 52-ാം സെക്ഷൻ പ്രകാരവും സുപ്രീം കോടതിയുടെ 2019 വിധി അനുസരിച്ചും വാഹനം നിർമ്മിക്കുന്ന സമയത്ത് എങ്ങനെയാണോ അതിനുശേഷം വരുത്തുന്ന രൂപമാറ്റങ്ങളെല്ലാം നിയമവിരുദ്ധമാണ്. അപകടകരമായ രൂപമാറ്റങ്ങൾ ഏതൊക്കെയെന്നും അപകടകരമല്ലാത്തത് ഏതൊക്കെയെന്നും ഒരു വിദഗ്ധ സമിതിയെ കൊണ്ട് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും. അതിനുശേഷം അപകടകരമല്ല എന്ന് കണ്ടെത്തിയ രൂപമാറ്റങ്ങൾ അനുവദിച്ചും അത്തരം രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾക്ക് പിഴ ഈടാക്കണ്ട എന്ന് വ്യക്തമാക്കിക്കൊണ്ടും മോട്ടോർ വാഹന വകുപ്പിന് ഒരു ഉത്തരവിറക്കാൻ പറ്റും. അതിന്റെ നിയമസാധുത എന്താണെന്ന് വെച്ചാൽ, കേന്ദ്ര നിയമത്തിൽ പലതരത്തിലുള്ള നിയമലംഘനങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിന് എങ്ങനെ എത്രത്തോളം പിഴ ഈടാക്കണം എന്ന് തീരുമാനിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്. അങ്ങനെ ഇപ്പോൾ തന്നെ നമ്മൾ പല പിഴകളും ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സൈലൻസർ അഴിച്ചു മാറ്റുക, ടയറുകളുടെ വലിപ്പം കൂട്ടുക തുടങ്ങിയ രൂപമാറ്റങ്ങളൊക്കെ തന്നെ അപകടകരമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളതൊന്നും അംഗീകരിക്കും എന്ന് കരുതേണ്ടതില്ല. അതേസമയം ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ള നിറം എന്നത് ഒഴിവാക്കി കളർഫുള്ളാക്കാം. കാറുകൾക്കും ജീപ്പുകൾക്കും ഒക്കെ തന്നെ ആവശ്യാനുസരണം ആകർഷകമായ ലൈറ്റുകൾ വെക്കാം, സ്പീക്കറുകൾ അല്ലെങ്കിൽ സ്റ്റിക്കറുകൾ, അതൊക്കെ തന്നെ അപകടകരമല്ല എന്നും വിലയിരുത്തിയേക്കാം. അപ്പോൾ അതൊക്കെ അനുവദിക്കപ്പെട്ടേക്കാം. അതിനപ്പുറത്തേക്ക് എന്തെല്ലാം രൂപമാറ്റങ്ങൾ അനുവദിക്കപ്പെടും എന്നുള്ളത് 2-3 മാസത്തിനുള്ളിൽ കൃത്യമായി അറിയാൻ സാധിക്കും. കേട്ടല്ലോ, ഒരു സ്റ്റേറ്റിന് തീരുമാനിക്കാൻ പറ്റും അപകടകരമായ രൂപമാറ്റങ്ങൾ ഏതൊക്കെ, അല്ലാത്തത് ഏതൊക്കെ എന്നുള്ളൊരു സ്റ്റേറ്റിന് തീരുമാനിക്കാൻ പറ്റുന്ന ആ ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റേറ്റ് തീരുമാനിക്കുകയാണ്. ഇപ്പോൾ നാളുകളിൽ ഈ ഗ്രാഫിക്സ് ചെയ്യുന്നത്, ഡീറ്റെയിലിംഗ് ചെയ്യുന്നത്, അതായത് റാപ്പ് ചെയ്യുന്നത്, കളർ മാറ്റുന്നത്, സൗണ്ടിൻ്റെ കാര്യം എനിക്ക് അറിയാൻ പാടില്ല, അത് ബാക്കിയുള്ളവർക്ക് ചെവിക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അങ്ങനത്തെ ലൗഡായിട്ടുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ അനുവദിക്കാൻ ചാൻസ് കുറവാണ്. മേ ബി എനിക്ക് വന്ന് വലിയ ടയേഴ്സ് ഇടുന്നതോ അല്ലെങ്കിൽ വണ്ടി മോഡിഫൈ ചെയ്ത് നിറം മാറ്റുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫിസിക്കൽ മോഡിഫിക്കേഷൻസ്, വേറെ ആർക്കും വലിയ ഉപദ്രവം ഇല്ലാത്ത രീതിയിലുള്ള പരിപാടി, ഇപ്പോൾ ഏഞ്ചൽ ഡോർസ് വെക്കുന്നത്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഫാക്ടറിയിൽ നിന്നൊരു വണ്ടി വരുന്നതിനേക്കാൾ കൂടുതൽ വരുന്ന മോഡിഫിക്കേഷൻസ് ആണ്. എനിക്കത് സൈലൻസറിൻ്റെ കേസ് മാത്രമായിരിക്കും കുറച്ച്, പിന്നെ വലിയ ലൈറ്റ്സ്, ബീം ലൈറ്റ്സ് ഒക്കെ വെച്ച് പോകുന്നത്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊന്നും സമ്മതിക്കില്ലായിരിക്കും. ബട്ട് സ്റ്റിൽ കുറേയൊക്കെ കാര്യങ്ങൾ സമ്മതിക്കാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. അത് നല്ല ടീമിനെ വെക്കണം ഇത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തൊക്കെ എങ്ങനെയൊക്കെ. പിന്നെ എത്ര വർഷമുള്ള വണ്ടികളാണ് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാനൊരു പേഴ്സണൽ കാര്യം പറയാം, ഒരു ബ്രാൻഡ് ന്യൂ ഒരു 2 വർഷവും 1 വർഷം പഴക്കമുള്ള വണ്ടികൾ മോഡിഫൈ ചെയ്യേണ്ട കാര്യമില്ല. മോഡിഫിക്കേഷൻ ശരിക്കും പഴയ വിൻറ്റേജ് വണ്ടികളോ അല്ലെങ്കിൽ പണ്ടത്തെ വണ്ടികൾക്ക് അതിൻ്റെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം ലക്ഷക്കണക്കിന് വീണ്ടും മുടക്കി പുതിയ വണ്ടി എടുക്കണ്ടല്ലോ. അത്യാവശ്യം ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റോഡിൽ കാര്യമായിട്ട് ഓടാനുള്ള സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടൊരു വണ്ടി ഒരാൾക്ക് കൊണ്ടു നടക്കാം. ഓക്കെ, അപ്പം അങ്ങനത്തെയൊക്കെ കാര്യങ്ങളിൽ ഇതൊരു ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തിയിട്ട് ഇതൊരു നല്ല മാതൃകാപരമായ രീതിയിൽ
ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല തീരുമാനമാണ്. എഗെയിൻ അതൊരു കയ്യടി നേടുന്ന രീതിയിലുള്ള ഒരു ഐറ്റം തന്നെയായി മാറുകയാണ്. അപ്പോൾ ഇങ്ങനെ വി ഡി സതീശൻ മന്ത്രിസഭ മന്ത്രിമാർക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടില്ല. അതിലൊക്കെ ചെറിയ കശവിശ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. വണ്ടിയുടെ കാര്യത്തിൽ വണ്ടിയുടെ നമ്പറിൽ പ്രശ്നമുണ്ട്. 9ാം നമ്പർ വണ്ടി ഞമ്മക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടൊരു ടീം ഇന്നലെ വണ്ടി ഓടുന്നത് കണ്ടിരുന്നു. അതൊക്കെ വേറെ ഞമ്മ ടീമുകളുണ്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഗോയിങ് ഫോർവേഡ് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ പ്രതിപക്ഷത്തിനോടാണ്. നിങ്ങൾ വളരെ ലൂസാക്കി വിടാൻ പാടില്ല. പിന്നെ നിങ്ങളുടെ പഴയ സ്ട്രാറ്റജീസ്, നിങ്ങളുടെ പഴയ തന്ത്രങ്ങൾ, അങ്ങനത്തെ പരിപാടികളൊക്കെ നിങ്ങൾ സൈഡിൽ മാറ്റി വയ്ക്കും. പുതിയ എന്തെങ്കിലുമൊക്കെ സാധനം പിടിക്കുക. ഒരു എന്താ പറയുക, സീസൺഡ് കമ്മിയിലായി നിങ്ങൾ പോകില്ല. ആ ക്യാപ്സ്യൂളൊന്നും എടുത്ത് നിങ്ങൾ പോകരുത്. നിങ്ങൾ കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ, വെക്കേണ്ട കാര്യങ്ങൾ കൃത്യമായ സമയത്ത് പറഞ്ഞും വെച്ചും നല്ലൊരു പ്രതിപക്ഷമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിക്ക് നല്ലപോലെ ഭരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളെപ്പോലെ തന്നെ അവരും ആകെ സീനായി പോകും. ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെൻറ്റിനോട് ശരിക്കും UDF ചെയ്ത വലിയ ചതിയാണ്. ഇവന്മാർ ചെയ്ത ജനദ്രോഹപരമായിട്ടുള്ള പരിപാടികളൊന്നും ഈ UDF സർക്കാർ എതിർത്തില്ല. അവരാകെ പറഞ്ഞെന്താ, ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ നന്നാക്കി കാണിച്ചു തരാമെന്നാണ്. ജനങ്ങളുടെ ഒപ്പം നിന്ന് എതിർക്കാൻ പോയിരുന്നു അവരില്ല, എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ ഒന്ന് ബുദ്ധിപൂർവ്വം ചെയ്താൽ മതി. എന്തെങ്കിലും കാര്യത്തിൽ UDF ജനദ്രോഹപരമായിട്ടുള്ള എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ജനങ്ങളുടെ ഒപ്പം നിന്നിട്ട് എതിർത്ത് കഴിഞ്ഞാൽ സ്റ്റിൽ ഈ പാർട്ടിക്ക് ഇവിടെ എക്സിസ്റ്റൻസ് ഉണ്ട്. ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇവർ പോകാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാമാവിശേഷമായി മറ്റേ സിംഹവാലം കുരങ്ങിനെ പോലെ അങ്ങോട്ട് ഇല്ലായ്മയായി പോകരുതൊരിക്കലും. വംശനാശം വരാൻ പാടില്ല. കാരണം ഇവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റവന്മാർ കയറൂടെ, BJP കയറില്ല. അതെനിക്കിഷ്ടമല്ല. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമാണ് പറയുന്നത്. സംഘികളിവിടെ വരാൻ പാടില്ല. അതിന് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ നിലനിൽക്കണം അവിടെ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇനി പൊളിറ്റിക്കൽ വീഡിയോ കഴിഞ്ഞു. വേറെ അടുത്ത കണ്ടൻ്റായിട്ട് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമൊക്കെ കാണാം. ബൈ ബൈ.